മരത്തിന് അവൻ ഉണക്കി. ഇനി ആ മരം അവിടെ വെച്ച് വട്ടം ഒടിഞ്ഞു പോകുന്നത് ഇതുപോലെ. ബാക്കിയുള്ള മരം ഈ വള്ളിയുടെ ഉള്ളിലായിപ്പോയി. ഈ സമയം കൊണ്ട് വള്ളി ചെയ്ത പണിയുണ്ടോ, വള്ളിയെല്ലാം ഇങ്ങോട്ട് മാറിയിട്ട് വള്ളി മരമായി. ഈ ഒരു തടിപ്പാലം ഇതിൽ വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ മരത്തിന്റെ മുകളിൽ കൂടെയാണ് കയറി നടക്കുന്നത്. പക്ഷം പിടിക്കുമ്പോൾ നമ്മൾ സ്ഥലം എത്തി ചെല്ലുന്നു. വലിയ വലിയ മരങ്ങളുണ്ട്. 100, 200, 300 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഭൂതാങ്കെട്ടിൻ്റെ വനത്തിൻ്റെ ഉള്ളിൽ ദേ ഗുഹ. അപ്പോൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവാണ്. ആ കാണുന്നതാണ് ഗുഹാമുഖം. അതിൽ കൂടെ ആ ചെറിയ കോണി കൂടെ അകത്തേക്ക് കയറി 15 മീറ്റർ ഉള്ളിൽ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ. ഗുഹയുടെ കവാടത്തിൻ്റെ വാതിലിൻ്റെ മുന്നിലെത്തി പതുക്കെ കുനിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറാൻ പോവാണ്. ഒരാൾ കയറി. ഗുഹയുടെ അകത്ത് ഞങ്ങൾ എത്തി. ഞങ്ങൾ പതുക്കെ കയറാൻ പോവാണ്. വവ്വാലിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. ഇതാണ് ആ ഗുഹയുടെ ഉള്ളിൽ. ഇതാണ് പ്രവേശന ദ്വാരം. കവാടം അതാണ്. അപ്പോൾ അത് നല്ല ഇരുട്ടാണ് അകത്ത്. അകത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഗുഹയുടെ ഉള്ളിലേക്ക് 15 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ വെട്ടം സൗകര്യങ്ങളൊന്നുമില്ല. ഈ മൊബൈലിൽ ചെറിയൊരു വെട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളധികം പോകുന്നില്ല. അപ്പോൾ അതൊക്കെ തിരിച്ച് വരികയാണ്. ഗുഹ അങ്ങ് എത്തിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഞങ്ങളിവിടെ വെച്ച് നിർത്തി. അടിപൊളി സംഭവം, സൂപ്പറാണ്. സമയമില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ വെട്ടവും സൗകര്യങ്ങളൊന്നുമില്ല കയറിപ്പോവാൻ. എഡ്വിൻ പതുക്കെ ഇറങ്ങി വരിക, സ്റ്റെപ്പായിട്ട്. ഞങ്ങൾ വന്ന് വനത്തിൻ്റെ സൈഡിലുള്ള പുഴ വരെ എത്തി. വലിയ ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇരുന്ന് ആടാം, ഉല്ലസിക്കാം. വലിയ വലിയ വേരൊക്കെ മരത്തിൽ കൂടെ കെട്ടിപ്പിണഞ്ഞ് കയറി പോകുന്നുണ്ട്. കുട്ടമ്പുഴ പുഴയുടെ ഒരു സൈഡ് വരെ എത്തിയിട്ടുണ്ട്. അവിടെ അല്ലേ ആ മരത്തിന്റെ അവിടെ വരെ എപ്പോ പോവാം. കയറി അവിടെ പോയാൽ ഫോട്ടോ എടുക്കാം. താഴത്തേക്ക് പോണേ പോവാം. വെള്ളത്തിലിറങ്ങില്ല. നല്ല പാലമൊന്നുമല്ല, ഒടിഞ്ഞ് വീണ പോയി. ഏയ് വെള്ളമെല്ലാം കുറെ കുറഞ്ഞിട്ടുണ്ട്. മരത്തിന്റെ അവിടെ വരെ പോവാന്ന് പറഞ്ഞപ്പോ നല്ല വിശാലമായ ഏരിയ. ഇന്ന് ഇട ദിവസമായതുകൊണ്ട് ആളുകളൊന്നുമില്ല. വീക്കെൻഡ് ആണെങ്കിൽ നല്ല ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്താണേലും
നമ്മളിവിടെ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് പാറയുടെ ഇടുക്കിൽ കൂടെ പതുക്കെ ഇറങ്ങി കയറി അപ്പുറത്തേക്ക് പോവുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പാറയെല്ലാം മുകളിൽ കൂടെ പാറയുടെ മുകളിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് പാറ ഇങ്ങനെ തേയ്മാനം വന്നിരിക്കുന്നത്. ഒഴുകി വന്ന ഒരു തടിയാന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. അപ്പോൾ ആ കാണുന്ന ആ പടുതയിട്ട് അവിടെ നടന്നു വന്ന സ്ഥലമാണ്. അതൊരു 100-200 മീറ്റർ നടന്നു വന്നാൽ ഈ മല പോലെയുള്ള പാറയുടെ മുകളിൽ കയറാൻ പറ്റും.